മൂന്നാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ നർബോൺ എന്ന സ്ഥലത്താണ് വിശുദ്ധ സെബാസ്റ്റ്യൻ ജനിച്ചത്. ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് വിശുദ്ധന് ഉത്തമ ക്രൈസ്തവ വിദ്യാഭ്യാസം നൽകിയിരുന്നു. 283 വിശുദ്ധൻ റോമൻ സൈന്യത്തിൽ ചേർന്നു. ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്ന അദ്ദേഹം മതവർദ്ധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ക്രൈസ്തവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സൈന്യത്തിൽ അംഗമായത്. വിശുദ്ധൻ്റെ ബുദ്ധിസാമർഥ്യത്തിലും വിവേകപൂർവമായ പെരുമാറ്റത്തിലും സംപ്രീതനായ ചക്രവർത്തി അദ്ദേഹത്തെ അതീവം സ്നേഹിക്കുകയും അദ്ദേഹത്തോടുള്ള സഹവാസത്തിൽ സന്തോഷം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അധികം താമസിക്കാതെ വലിയ ഉദ്യോഗസ്ഥർക്കും മാടമ്പിമാർക്കും മാത്രമായി നിശ്ചയിക്കപ്പെട്ടിരുന്ന പ്രിത്തോറിയൻ സൈന്യാധിപൻ എന്ന സ്ഥാനത്തേക്ക് ചക്രവർത്തി സെബാസ്റ്റ്യനെ ഉയർത്തി. തന്നിമിത്തം ക്രിസ്തീയ തടവുകാരെ സന്ദർശിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനും ക്ലേശങ്ങളിൽ സമാശ്വസിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ അവസരത്തിൽ വിശുദ്ധന് അനേകരെ മാനസാന്തരപ്പെടുത്തുവാൻ സാധിച്ചിരുന്നു. എന്നാൽ സെബാസ്റ്റ്യൻ്റെ ഇത്തരം ധീരസേവനങ്ങൾ അധികം നീണ്ടുനിന്നില്ല. വിശുദ്ധൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന വസ്തുത ഡയോക്ലിഷ്യൻ ചക്രവർത്തി അറിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം വിശുദ്ധനെ തൻ്റെ മുമ്പിൽ വരുത്തി. വിശ്വാസവഞ്ചനയും കൃത്യലംഘനവും വിശുദ്ധനിൽ ആരോപിച്ച ചക്രവർത്തി ക്രിസ്തുമതം ഉപേക്ഷിച്ച് ദേവന്മാരെ പൂജിക്കുവാൻ ഉപദേശിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ ഉപദേശമോ ഭീഷണിയോ നിർബന്ധമോ അദ്ദേഹത്തെ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഒട്ടും പര്യാപ്തമായിരുന്നില്ല. സെബാസ്റ്റ്യൻ്റെ ദൃഢനിശ്ചയത്തിൽ കോപിതനായ ചക്രവർത്തി അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലുവാൻ ഉത്തരവിട്ടു. ഉടൻ തന്നെ വില്ലാളികൾ അദ്ദേഹത്തെ ബന്ധിച്ച് വിസ്തൃതമായ ഒരു മൈതാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത ശേഷം ഓക്കുമരത്തോട് ചേർത്ത് കെട്ടി. ജീവൻ പിരിഞ്ഞു എന്ന് തോന്നുന്നതുവരെ അവർ അദ്ദേഹത്തിനു നേരെ അമ്പുകൾ എയ്തു. ആ രാത്രിയിൽ തന്നെ വിശുദ്ധൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി ഐറിൻ എന്ന ഭക്തസ്ത്രീ രഹസ്യമായി അവിടെ എത്തി. വിശുദ്ധൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അവർ സന്തോഷത്തോടെ സെബാസ്റ്റ്യനെ സ്വന്തം ഭവനത്തിലെത്തിച്ച് വേണ്ട പരിചരണങ്ങൾ നൽകി. അല്പനാളുകൾക്കുള്ളിൽ അദ്ദേഹം സുഖം പ്രാപിച്ചു. എന്നാൽ ദൂരെ എവിടെയെങ്കിലും പോയി ജീവൻ രക്ഷിക്കുവാൻ തയ്യാറാകുന്നതിന് പകരം ചക്രവർത്തിയുടെ ക്രൂര പ്രവൃത്തികളെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വിശുദ്ധൻ ഇനിയും മരിച്ചിട്ടില്ലെന്ന് കണ്ട ചക്രവർത്തി അദ്ദേഹത്തെ അടിച്ചു കൊല്ലുവാൻ ഉത്തരവിട്ടു. ഉടൻ തന്നെ പടയാളികൾ വിശുദ്ധനെ ഇരുമ്പ് വടികളാൽ അടിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു.